ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദീർഘദൂര യാത്രക്ക് പോകുന്ന ഡ്രൈവർമാർ, അതും ലോറി ഡ്രൈവർമാരും അല്ലാത്തവരും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ബ്രേക്ക് ക്ലിയർ ആണോ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീസ് ഉണ്ടോ, ടയറിൽ കാറ്റുണ്ടോ, സ്ക്രൂ ഏതെങ്കിലും ഇളകിയിട്ടുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കണം. വാഹനത്തിൽ പ്രധാനമായും നല്ല കുടിവെള്ളം കരുതി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ വളരെ നേർത്ത വസ്തുവായ ഡ്രൈ ഫ്രൂട്ടുകളായ കാരക്കയും അല്ലെങ്കിൽ ബദാമോ ഇതെല്ലാം ആ വാഹനത്തിൽ കരുതണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ഡ്രൈവിങ്ങിൽ ഹോട്ടലുകൾ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുകയുള്ളൂ. വലിയ മലഞ്ചെരുവിൻ്റെ സൈഡിൽ ഒരിക്കലും വാഹനം നിർത്തരുത്. കയറ്റത്തും ഇറക്കത്തും വലിയ ഡ്രെയിനേജുള്ള അല്ലെങ്കിൽ ഗർത്തമുള്ള റോഡ് സൈഡിലൂടെ വാഹനം എടുക്കരുത്. അത് ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ ട്രക്കുകളിലും മറ്റും ഒരു ക്ലീനറെ വെക്കുന്നത് നല്ലതാണ്. ഡ്രൈവർ ഒരിക്കലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യരുത്. ഉറങ്ങാൻ വേണ്ടി ഒരു 6 മണിക്കൂർ ഒരു ദിവസം നീക്കി വെക്കേണ്ടതാണ്. ഒരിക്കലും ഉറക്കമൊഴിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. അത് അപകടത്തിലേക്കാണ് കലാശിക്കുക. ഒരു മനുഷ്യനെ ഒരിക്കലും ഉറക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, എവിടേക്കാണോ വാഹനം പുറപ്പെടുന്നത് ആ പുറപ്പെടുന്ന സ്ഥലത്തിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അവരുടെ എല്ലാം ഫോൺ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. മൊബൈൽ ഫോണിൽ എപ്പോഴും ഫുൾ ചാർജ് നിങ്ങൾ കരുതി വെക്കണം. അതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഒരിക്കലും വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. ഇനി ഡ്രൈവ് ചെയ്താൽ തന്നെ വളരെ സ്ലോവിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ടിലും ബാക്കിലുമുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ. അത് മഞ്ഞുള്ള സമയത്തും ഇതേപോലെ നിങ്ങൾ അനുകരിക്കേണ്ടതാണ്. ഇതെല്ലാം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ പോലീസ്, ആംബുലൻസ്, ഹോസ്പിറ്റൽ ഇവരുടെയൊക്കെ നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡ്രൈവിംഗ് വളരെ സേഫ്റ്റി ആവുകയുള്ളൂ. എപ്പോഴും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് അടുത്ത് പോയിട്ട് വാഹനം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓയിൽ നിങ്ങൾ നോക്കണം, ഓയിൽ പുതിയതാണോ നോക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ബ്രേക്ക് പരമാവധി നിങ്ങൾ പവർ കൂട്ടാൻ നോക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിത വാഹനമായി ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഇടിമിന്നുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. വലിയ മരത്തിൻ്റെ ചുവട്ടിലോ ലൈനിൻ്റെ ചുവട്ടിലോ വണ്ടി നിർത്തരുത്. ഇതെല്ലാം അപകടം നിങ്ങളെ വിളിച്ചു വരുത്തും. ശക്തമായി ഒഴുകുന്ന ജലാശയത്തിലൂടെ നിങ്ങൾ വാഹനം ഒരിക്കലും ഓടിക്കരുത്. കൂടുതലും മഴക്കാലത്താണ് കൂടുതൽ അപകടം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവരുടെ രേഖകളെല്ലാം, ലൈസൻസ്, RC, മറ്റുള്ള രേഖകളും എല്ലാം നിങ്ങളുടെ വാഹനത്തിൽ, അതിൻ്റെ ഡ്യൂപ്ലിയെങ്കിലും നിങ്ങളുടെ വാഹനത്തിൽ വെക്കണം. അതുപോലെ തന്നെ ഒരു സുഹൃത്തുക്കളുടെ 5 ഫോൺ നമ്പറുകൾ, 5 സുഹൃത്തുക്കളുടെ നമ്പറുകൾ എപ്പോഴും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന സുഹൃത്തുക്കളായിരിക്കണം. അതുപോലെ തന്നെ വലിയ നമ്മുടെ ഒരു കയർ വണ്ടിയിൽ കരുതുന്നത് നല്ലതാണ്. എപ്പോഴും നിങ്ങൾ ടയർ പഞ്ചറാവുന്ന സമയത്ത് ഒരു സ്റ്റെപ്പിനി ടയറും നിങ്ങളെ കൂടെ വെക്കണം. അതുപോലെ തന്നെ ജാക്കി, നമ്മുടെ പവർ ജാക്കി വണ്ടിയിൽ കരുതുന്നത് നല്ലതാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഒരു വാഹനം ഓടിക്കാൻ. കൂടുതലും നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികളിൽ, നമ്മുടെ കേരളം വിട്ടാൽ കന്യാകുമാരി വരെ പോകുന്ന വലിയ വലിയ ലോറികളിൽ പ്രത്യേകമായും നിങ്ങൾ ഈ പറയുന്ന കയറുകളും മറ്റ് ജാക്കികളും ഡ്രൈ ഫ്രൂട്ടും നല്ല ശുദ്ധമായ വെള്ളമെല്ലാം കരുതണം. ഇതൊക്കെ നിങ്ങളുടെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.